അതിന് കാരണം ഹൈന്ദവ സമൂഹം ഉണർന്നെണീറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഉപരിയായിട്ട് ആ മതപരിവർത്തന ശ്രമങ്ങളെ പ്രാദേശികമായി അവിടുത്തെ ഹൈന്ദവ വിശ്വാസികളായ ആൾക്കാർ തടയുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ നടപടിയാണ്. അതേപോലെ തന്നെ ഒരു കാലത്ത് ഹൈന്ദവ ധർമ്മത്തിന്റെ ഭാഗമായി നിന്നിരുന്ന ആൾക്കാർ പല കാരണങ്ങൾ കൊണ്ടും അവരുടെ ധർമ്മം ഉപേക്ഷിച്ചുകൊണ്ട് ഇതര ധർമ്മങ്ങളിലേക്ക് പോയി. ആ തെറ്റു മനസ്സിലാക്കിയ വ്യക്തികളെ തിരികെ സ്വധർമ്മത്തിലേക്ക് കൊണ്ടുവരുന്ന ഘർ വാപ്പസി നടപടിക്രമങ്ങൾ വളരെ വ്യാപകമായ രീതിയിൽ ഭാരതമെമ്പാടും തന്നെ നടപ്പാക്കുന്നുണ്ട്. ഈ കൊച്ചു കേരളത്തിലും അതിൻ്റെ വളരെ വലിയ സംവിധാനങ്ങൾ വിശ്വ ഹിന്ദു പരിഷത്ത് ഒരുക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ തന്നെ ദിനം പ്രതി നൂറുകണക്കിന് ആൾക്കാർ ഘർ വാപ്പസിയിൽ കൂടി സനാതന ധർമ്മത്തിലേക്ക് തിരികെ വരുന്നുണ്ട്. കേരളത്തിലെ ഏകദേശം തെരഞ്ഞെടുത്ത ഞങ്ങളുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്തിയിരിക്കുന്ന ഏകദേശം 70ഓളം താലൂക്കുകളിലെ വ്യാപകമായ രീതിയിലെ മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആ മതപരിവർത്തന ശ്രമങ്ങൾ നടപ്പാക്കുന്ന 70 താലൂക്കുകളിലും ധർമ്മ പ്രചാരകന്മാരെ നിയോഗിക്കാനും സംഘടന തീരുമാനിച്ചിട്ടുണ്ട്.